രാഷ്ട്രീയ അഭിക്ഷാന്തികൾക്കിടയിൽ അങ്ങനെയല്ലാത്ത ഒരാൾ, താൻ ഒറ്റയാനായാലും നിലപാടിൽ വെള്ളം ചേർക്കാൻ താല്പര്യമില്ലാത്തവൻ, ഏറെ തിരസ്കാരങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നവൻ, വെട്ടിയെടുക്കാനും ഗ്രൂപ്പ് വളർത്താനും നടക്കാതെ പൊതു താല്പര്യം മാത്രം പരിഗണിച്ചവൻ. ഇങ്ങനെയുള്ളവർ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ അന്യം നിന്നു പോകുമ്പോൾ ഇവരെയല്ലേ നാം ചേർത്തു പിടിക്കേണ്ടത്? വെട്ടിയെടുപ്പുകാരുടെയും ഗ്രൂപ്പ് മാനേജർമാരുടെയും തിരക്കുകൾക്കിടയിൽ നിന്ന് തനിച്ചു നടക്കുന്നവൻ. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടോ വ്യക്തിപരമായ ലാഭത്തിന് വേണ്ടിയിട്ടോ ഏറ്റവും എളുപ്പം ഇപ്പോഴത്തെ കാലത്ത് വിധേയരായി ജീവിക്കുകയാണ്. പെട്ടിയൊക്കെ പിടിച്ച നേതാക്കന്മാരുടെ സൗകര്യമായിട്ട് നടക്കുകയും അവർക്ക് വേണ്ടി സംസാരിക്കുകയും അവർ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളെ ഊതി വീർപ്പിച്ച് വലിയ കാര്യങ്ങളാണ് അവർ ചെയ്തത് എന്ന് വലിയ വായിൽ വിളിച്ചു പറയുകയും ഒക്കെ ചെയ്യുന്നതാണ് ഏറ്റവും ബുദ്ധി. ഞാൻ നിയമസഭയിൽ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പുറകിൽ രണ്ടാം നിരയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്ത് തന്നെ ഇരുന്നിരുന്ന ആളാണ്. ഞാൻ പാർലമെന്ററി പാർട്ടി ഭാരവാഹിയായിരുന്നു പ്രതിപക്ഷത്തിരുന്നപ്പോൾ. അതിന്റെ മുന്നണി പോരാളിയായിട്ട് നിന്നിരുന്ന ആളാണ്. ഇന്ന് ഞാൻ കോൺഗ്രസ് ബെഞ്ചിലെ ഏറ്റവും പുറകിലാണ് ഇരിക്കുന്നത്. അതിനൊരു വ്യത്യാസമുണ്ട്. അത് പാർട്ടി പറഞ്ഞ അവിടെ ഇരിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ ചില ആളുകൾ തീരുമാനിച്ചു ഏറ്റവും പുറകിലത്തെ ബെഞ്ചിൽ ഇരുത്തേണ്ട ആളാണ് എന്ന് തീരുമാനിച്ചു. എനിക്ക് പ്രയാസങ്ങളൊക്കെ ഉണ്ടായി ആദ്യം, പക്ഷെ ഇപ്പം എനിക്ക് പ്രയാസമൊന്നുമില്ല. പുറകിലിരുന്നാലും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറയും. ഞാൻ കേരളത്തിൽ മുഴുവൻ സഞ്ചരിച്ച് അണികൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളല്ല. എനിക്ക് അങ്ങനെ അണികൾ ഉണ്ടാകണമെന്ന് താല്പര്യമുള്ള ഒരാളല്ല. കേരളത്തിലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കണം, പല പേരുകൾ നമ്മൾ കേട്ടു, ആവശ്യമില്ലാത്ത പേരുകൾ. അങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ പേരിൽ സ്ഥാനമാനങ്ങൾ വാങ്ങിച്ചെടുക്കണം. സ്ഥാനമാനങ്ങളൊക്കെ വാങ്ങിച്ചെടുക്കാനുള്ള വഴികളൊക്കെ എനിക്കറിയാം. ഞാനും ഇത് കണ്ടുപഠിക്കുകയല്ലേ. പക്ഷെ ആ വഴികളിലൂടെ യാത്ര ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് താല്പര്യമില്ല. ഒരു വേള നിങ്ങൾ ഒറ്റയ്ക്കാകുന്ന ഒരു സ്ഥിതി നിങ്ങൾ മുന്നിൽ കാണുന്നുണ്ടോ? അല്ല, സംഘടനാപരമായിട്ടും രാഷ്ട്രീയ അതാണല്ലോ, ഒറ്റയ്ക്കാണല്ലോ. ഒറ്റയ്ക്കാണ്, ഞാൻ ഒറ്റയ്ക്കാണ്. കാരണം ഒരു അപകടകരമായ ഒരു അംശം എന്നിലുണ്ട് എന്ന് ഒരുപാട് പേര് കരുതുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ പണ്ട് അങ്ങനെയില്ല. ഞാൻ കരുതുന്നിരുന്നത് എല്ലാവർക്കും എന്നോട് ഭയങ്കര വാത്സല്യമായിരുന്നു, വലിയ സ്നേഹമാണ്, അങ്ങനെയുള്ള എല്ലാവരും പെരുമാറുന്നത്. അങ്ങനെയാണ് എന്നായിരുന്നു എൻ്റെ ധാരണ. എല്ലാവർക്കും അങ്ങനെ ആയിരുന്നു എന്നായിരുന്നു എൻ്റെ ധാരണ. എനിക്ക് അതുകൊണ്ട് വലിയ വകഭേദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരോടും വലിയ കാര്യവും താല്പര്യവും അടുപ്പവും ബന്ധമൊക്കെ ഉണ്ട്. അതിപ്പോഴും ഞാൻ നന്നായി തുടരുന്നുണ്ട്. പക്ഷേ അങ്ങനെ കയറി ആരും സഹായിക്കാനുള്ള സാധ്യത കുറവാണ്.